പുതിയ കോച്ച്, പുതിയ സീസൺ, പുതിയ തന്ത്രങ്ങൾ. ശരിയാണ്, ഒരു ക്ലബ് എന്ന നിലയിൽ ടീം എല്ലായ്പ്പോഴും കോച്ചിന്റെ ആശയങ്ങൾക്കൊപ്പം ഉറച്ചു കളിക്കുകയാണ് വേണ്ടത്. പുതിയ കോച്ചിന് അദ്ദേഹത്തിൻ്റെതായ തന്ത്രങ്ങൾ ഉണ്ടാവാം, അതിനൊപ്പം മാറുക എന്നതാണ് പ്രധാനം. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിലും പുതിയൊരു മാറ്റം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 2 സീസണുകളിലും ഗോളടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ദിമിത്രോസ് മടങ്ങിയതോടുകൂടി ടീമിന്റെ അറ്റാക്കിങ്ങിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ലൂണ, പെപ്രെ, സദോയ് ത്രയം ഈ സീസണിൽ രൂപം കൊള്ളുകയാണ്. കഴിഞ്ഞ സീസണിൽ ദിമിയുമായുള്ള ടീമിന്റെ അറ്റാക്കിംഗ് പാർട്ട്ണർഷിപ്പ് മികച്ചതായിരുന്നു. പക്ഷേ സീസൺ മുഴുവനും അദ്ദേഹത്തിനോടൊപ്പം ലൂണയ്ക്കും പെപ്രയ്ക്കും കളിക്കാൻ സാധിച്ചിരുന്നില്ല. കളിച്ച കളികളിലാവട്ടെ പെപ്രയ്ക്ക് താളം കണ്ടെത്താൻ സാധിക്കാതെ വന്നതും ഈ ട്രിയോയുടെ മാക്സിമം റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോയി. എന്നാൽ എല്ലാവരും തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹം ടീം വിടുകയും ചെയ്തത് ഏറെ നിരാശ സമ്മാനിക്കുന്ന ഒന്നു തന്നെയാണ്. പ്രൊഫഷണൽ ഫുട്ബോൾ അങ്ങനെയാണ്, സോ ഫാർ സോ ഗുഡ്. അപ്പോൾ പുതിയ താരങ്ങളുമായി മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ബ്ലാസ്റ്റേഴ്സ് സഹതാരങ്ങളായ ലൂണയും പെപ്രയും നൊഹയും അങ്ങനെ ശ്രമിച്ചപ്പോൾ 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ ട്രിയോ രൂപം കൊള്ളുകയാണ്. ഹി ഈസ് യങ്, സ്ട്രോങ് ആൻഡ് ടാലന്റ്, ഹി വിൽ ഡെലിവർ. ശാന്തമായ ചിരിയോടെ ഇവാൻ വുക്കമനുഷ് കഴിഞ്ഞ സീസണിൽ തുടക്കത്തിൽ പറഞ്ഞത് കോമെ പെപ്ര എന്ന പുതിയ ശിഷ്യനെ കുറിച്ചായിരുന്നു. അറിയപ്പെടാത്ത ഗാന സ്ട്രൈക്കർക്ക് പല തോൽവികൾക്ക് ശേഷവും അവസരങ്ങൾ നൽകുന്നത് എന്തിനെന്ന ചോദ്യത്തിനായിരുന്നു ഇവാന്റെ മറുപടി. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കോച്ചിന് അന്നത്തെ വാക്കുകൾ ഇന്നോരോ ആരാധകനും മനസ്സിലാവുന്നുണ്ട്. യങ്, സ്ട്രോങ് ആൻഡ് ടാലന്റായ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നണി പോരാളി ഗാന സ്ട്രൈക്കർ കോമെ പെപ്രെ കഴിഞ്ഞ സീസണിലാണ് ഏറെ പ്രതീക്ഷകളോടെ ബ്ലാസ്റ്റേഴ്സിനെത്തുന്നത്. എന്നാൽ ആദ്യ കളികളിലെല്ലാം ഗോളടിക്കാത്തത് കൊണ്ട് തന്നെ താരം തീർത്തും വേസ്റ്റ് സ്റ്റാൻഡിംഗ് ആയി കണക്കാക്കിയിരുന്നു. ഒടുവിൽ ഗോളടിച്ചു തുടങ്ങിയ കാലം മുതൽ പിന്നീട് അയാൾ ടീമിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ട്രൈക്കറായി മാറുകയായിരുന്നു. ദിമിത്രോസിനൊപ്പം അർദ്ധവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്ന പെപ്രയ്ക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമാണ് ഉണ്ടായതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നിലവിൽ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഫോമിലേക്ക് ഉയർന്നു വന്നെങ്കിലും പരിക്ക് കാരണം താരത്തിന് ബൂട്ടഴിക്കേണ്ടി വന്നു. പരിക്ക് പിന്നിട്ട് മടങ്ങിയെത്തിയപ്പോൾ പരിശീലക സ്ഥാനത്ത് ഇവാനു പകരം മിഗൽ സ്റ്റോറയാണ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻനിരയിൽ പെപ്രയുടെ അധ്വാനമുണ്ടാവട്ടെ. ഇവാൻ വുക്കമനുഷിന്റെ വിശ്വാസം പുതിയ കോച്ചായ മിഗൽ സ്റ്റോറയിലൂടെ പെപ്രെ കാത്തു സൂക്ഷിക്കട്ടെ. ആരാധകർ ആഗ്രഹിച്ചൊരു താരം, ഓരോരുത്തരുടെയും മനസ്സിലുള്ള കളിശൈലി കളിക്കുന്ന താരം, ഇത്രയേറെ മലയാളികളെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു താരമില്ല. ഗോളടിക്കാനും അടുപ്പിക്കാനും കളിമെനയാനും ഡ്രിബിൾ ചെയ്യാനും വൺ ടച്ച് പാസുകൾ നടത്താനും കൂടെ സെറ്റ് പീസുകൾ ഫ്രീക്കുകളും ഗോളാക്കി മാറ്റാനും കഴിയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ, ലാറ്റിൻ അമേരിക്കയിലെ ഉറുഗ്വൻ പ്ലേ മേക്കർ, മൈതാനത്തിലെ മാന്ത്രികൻ അഡ്രിയാൻ നിക്കോളാസ് ലൂണ. പലരും വന്നുപോയപ്പോഴും അയാളെ മാത്രം ടീമിൽ നിലനിർത്തിയതിനുള്ള ഉത്തരം വ്യക്തമായി മനസ്സിലാവാൻ സീസണിലുടനീളമോ അല്ലെങ്കിൽ അയാളുടെ ഇസ്തിരി ചികഞ്ഞ് പോവേണ്ടതില്ല. ലൂണ കളത്തിലുള്ള ഏതെങ്കിലും മാച്ചിന്റെ മിനിറ്റുകൾ മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാവുന്ന ഫുട്ബോൾ സ്റ്റാറിനെ സൃഷ്ടിക്കാൻ ലൂണ പോലൊരു കളിക്കാരന് മാത്രമേ സാധിക്കുകയുള്ളൂ. കോച്ച് ഇവാന്റെ ആദ്യ സീസണിൽ അദ്ദേഹത്തെ പോലെ തന്നെ 28-കാരനായ ലൂണയുടെ സൈനിങ്ങും ആരും പ്രശംസിക്കാതെ പോയിരുന്നു. അതിനുള്ള കാരണവും പഴയകാല ബ്ലാസ്റ്റേഴ്സിന്റെ സൈന്യങ്ങളുടെ റിസൾട്ട് ആയിരുന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ലൂണ എല്ലാം തിരുത്തി കുറിച്ചു. അൽവാരോ ഡയസ് ലൂണ കൂട്ടുകെട്ട് ആ കാലത്ത് മറ്റൊരു ടീമിനും ഇല്ലാത്തെന്തോ നൽകിയിരുന്നു. എന്നാൽ ഇരുവരും പോയപ്പോഴും ദിമിയെ കൂട്ടുപിടിച്ച് ലൂണ എന്ന ക്യാപ്റ്റൻ കേരളത്തെ മുമ്പോട്ട് ചലിപ്പിച്ചു. ഒപ്പുവെച്ച ശേഷം തന്റെ ശക്തമായ കളിശൈലിയും മികച്ച പൊസിഷനും കൊണ്ട് ശ്രദ്ധേയനായ താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അഡ്രിയാൻ ലൂണയിൽ തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷകൾ. ലൂണയുടെ കളി ആശ്രയിച്ചിരിക്കും ടീമിന്റെ മുഴുവൻ സീസണും. അതുകൊണ്ട് തന്നെ പരിക്കുകളില്ലാത്ത പൂർണ്ണ ഫിറ്റായുള്ള ലൂണയെ തന്നെ ഈ സീസണിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മൊറോക്കൻ തെരുവിൽ വളർന്ന പോരാളി, ക്രിസ്ത്യാനോയുടെ ആരാധകൻ, ബ്ലാസ്റ്റേഴ്സിനായി ആദ്യ ടൂർണമെന്റിൽ തന്നെ ഗോളടിച്ചു കൂട്ടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ നോവ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ട്രിയോയിലെ പ്രധാന താരമാണ്. എതിർ പ്രതിരോധ നിരയിലേക്ക് പാഞ്ഞു കയറാനും എവിടെ നിന്നും ഗോളിലേക്ക് തീയുണ്ടകൾ വർഷിക്കാനും പ്രാപ്തനാണ് നോഹ സദോയ്. വിവിധ പൊസിഷനുകളിൽ കളിക്കാറുള്ള നോയയ്ക്ക് പ്രിയമിടത് വിങ്ങാണെന്നത് സക്കായ് പോയതിന്റെ വിടവ് നികത്തും.
ഗോവൻ പടയ്ക്ക് വേണ്ടി തൊട്ടതെല്ലാം പൊന്നാക്കിയ നോവ സദോയി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. നോഹ എന്ന ഫുട്ബോളർക്ക് മുഖവേരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗോളിന് മുന്നിൽ എപ്പോഴും പൊട്ടാവുന്ന ഒരു ഡൈനാമൈറ്റാണ് കക്ഷിയെന്ന് ISLന്റെ കളിക്കളത്തിൽ പലവട്ടം തെളിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ നിരയിൽ വിടവുകൾ സൃഷ്ടിച്ച് പാനുകയറാനുള്ള സാമർഥ്യമാണ് മൊറോക്കൻ താരത്തിന്റെ ഹൈലൈറ്റ്. ഫൈനൽ തേർഡിൽ എവിടെ നിന്നും ഗോളിലേക്ക് തീയുണ്ടകൾ വർഷിക്കുമെന്നത് ആ സാമർഥ്യത്തെ അതിസാമർഥ്യമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ സീസണിൽ ISLലും സൂപ്പർ കപ്പിലും ടൂർണമെന്റിലുമായി ഗോവൻ നിരത്തിൽ 31 മത്സരങ്ങൾ കളത്തിലിറങ്ങിയ താരം 18 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ISLലെ മാത്രം കണക്കുകളെടുത്താൽ 23 മത്സരങ്ങൾ, അതിൽ 11 ഗോളുകളും 5 അസിസ്റ്റുകളും എന്ന തിളക്കമുള്ള നമ്പറുകളാണ് 30-കാരന്റെ സമ്പാദ്യം. നോവയുടെ തട്ടകമിനി കേരളത്തിന്റെ ബ്ലാസ്റ്റേഴ്സ് ആണ്. 2020 ആഫ്രിക്കൻ നാഷണൽ കപ്പ് നേടി മൊറോക്കൻ ടീം അംഗമായ സദോയ്ക്കൊത്ത പങ്കാളിയായി അഡ്രിയാൻ ലൂണ എന്ന പ്ലേ മേക്കറും സ്ട്രൈക്കറായി കുമാർ പേപ്പറെ കൂടി ചേരുന്നിടത്താണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത്.